പ്രവാചകന്മാരിലുള്ള വിശ്വാസം, നബിമാരിലും റസൂൽമാരിലുമൊക്കെയുള്ള വിശ്വാസം എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിന്റെ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രവാചകത്വം ആവശ്യമാണ്. അള്ളാഹു റസൂൽമാരെ ലോകത്തേക്ക് നിയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യരാശിക്ക് യഥാർത്ഥ രീതിയിൽ ശരിയായ പാതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അതിന് സൗകര്യം കിട്ടുന്നത് അള്ളാഹുവിന്റെ പക്കലുള്ള ഹിദായത്ത് വന്നു ചേരുമ്പോൾ മാത്രമാണ്. അള്ളാഹു റസൂൽമാരെ പറഞ്ഞയക്കുകയും നിയോഗിക്കുകയും അവർ മുഖേന കിട്ടുന്ന ഹിദായത്തിന്റെ സന്ദേശമാണ് മനുഷ്യന്മാർക്ക് ശരിയായ രീതിയിൽ ജീവിക്കാൻ മാർഗദർശനമായി മാറുന്നത് എന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഊന്നി പറഞ്ഞിരുന്നത്. അപ്പോൾ മനുഷ്യന്മാരെ അള്ളാഹു റസൂൽമാരായി തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഈ ചരിത്രത്തിലുടനീളം നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങോട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നബിമാർ വന്ന ചരിത്രത്തിലുടനീളം കാണുന്ന ഒരു സംഗതി, ഈ ഒരു മനുഷ്യനെ അള്ളാഹു റസൂലാക്കി പറഞ്ഞയക്കുക, ഒരു നബിയാക്കി പറഞ്ഞയക്കുക എന്നത് ഉൾക്കൊള്ളാത്ത, സമ്മതിക്കാത്ത ഒരു ജനതയായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. സാധാരണ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ഒരാളെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് വഹീ കൊടുത്ത് അദ്ദേഹത്തെ സന്ദേശം പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചു വിടുക, അങ്ങനെയാണ് നബിമാർ വരുന്നത്. അങ്ങനെ ഒരു നബി വരുന്നത് ആളുകൾ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറായിരുന്നില്ല. അവരൊരു സാധാരണ മനുഷ്യനെങ്ങനെ നബിയാകുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ആ ചോദ്യം ഉന്നയിച്ച ആളുകളൊക്കെയും പല ന്യായങ്ങളും അതിന് പറഞ്ഞിട്ടുണ്ട്. അതിന് പൊതുവായൊരു തത്വം എന്താന്ന് വെച്ചാൽ, സാധാരണ ഒരു മനുഷ്യൻ നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാള് അയാളെ നബിയാക്കി പറഞ്ഞയച്ചുകൂടാ. അത്ഭുതങ്ങൾ കാണിക്കുന്ന ആള് വേണമെന്നാണ്. ഒരു നബി എന്നൊക്കെ പറഞ്ഞാൽ അള്ളാന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കണ ആളല്ല, അള്ളാന്റെ വഹയെ കിട്ടുന്ന ആള് എന്നല്ല പറയണേ. അപ്പൊ യഥേഷ്ടം അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയണം. അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന ആളുകൾ നബിയായി വരുമ്പോഴേ അത് ഞങ്ങൾ അംഗീകരിക്കുന്ന ആണ്. അവർ പൊതുവായിട്ട് ഇതിൽ അവർ സ്വീകരിച്ചിരുന്ന നിലപാട് അങ്ങനെയാണ്. മലക്ക് വേണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. ഇത് മനുഷ്യന്റെ ഇന്നത്തെയും ഒരു സ്വഭാവമാണ്. നബിമാരുടെ വിഷയത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ, അങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് ഇഷ്ടം പോലെ ചെയ്യാനുള്ള കഴിവാണെന്ന്. അയാൾ സാധാരണ മനുഷ്യനായ ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാ ദൈവത്തിന്റെ ആളായി സംസാരിക്കുന്നതെന്നാണ്. ഇപ്പൊ നമ്മളുടെ ഈ ആൾ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലുള്ള സാധനമാണ്. ആയിരക്കണക്കിനാണ് ആൾ ദൈവങ്ങൾ. ഓരോ പ്രദേശത്തും ദൈവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ ദൈവം അവകാശപ്പെടുന്നവരുണ്ട്. അങ്ങനെ സിദ്ധിയും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ ദൈവങ്ങളുണ്ട്. ആ ആൾ ദൈവങ്ങൾ തന്നെ സിനിമയിൽ കാണുന്നത് പോലെയുള്ള അത്ഭുതങ്ങളൊക്കെ അതൊക്കെ യാന്ത്രികമായിട്ട് ഉണ്ടാക്കുന്ന പോലെ കൃത്രിമ സംഗതികളാണ്. അതേപോലെ കൃത്രിമമായിട്ട് കാണിച്ചിട്ട് ദൈവത്തിന്റെ സിദ്ധിയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ച് ഞാൻ ദൈവത്തിന്റെ ആളാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകളൊക്കെ മനുഷ്യന്മാരായാൽ പറ്റില്ല. അവർക്ക് യഥേഷ്ടം കഴിവുകൾ വേണം, എന്ത് ചെയ്യാനുള്ള സാധ്യത വേണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും ഈ നബിമാർ എതിർക്കപ്പെട്ടത്. മനുഷ്യന്മാരാണല്ലോ എന്ന് വിമർശിച്ചുകൊണ്ടാണ് ഈ എതിർക്കുന്നത്. ഇപ്പോഴും ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് പ്രളയം ഉണ്ടായത്. പ്രളയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ വയനാടുണ്ടായി, നമ്മളുടെ നിലമ്പൂർ അടുത്ത് പോത്തുകല്ല് ഭാഗത്ത് അതിന്റെ എല്ലാ പ്രതിധ്വനിയും അവിടെ ഉണ്ടായതുപോലെ ഇവിടെയും അതിന്റെ ചില പ്രതിനിധികളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ മതനിഷേധികളായ ആളുകൾ പോലും ചോദിക്കുന്നത്, മതനിഷേധ, അവര് പല പേരുണ്ട്,
പടച്ചവനെ നിഷേധിക്കുന്നു, മതം നിഷേധിക്കുന്നു, ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു, എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നു, പല പേരുകൾ വരുന്ന ആളുകൾ പോലും ഇപ്പോഴും ചോദിക്കുന്നു, ഇന്നലെ ഇന്നൊക്കെ ചോദിക്കുന്നത് ദൈവമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണ്ടേ, അത്ഭുതങ്ങൾ നടക്കണ്ടേന്നാ. എന്താ അത്ഭുതം? ഈ മലയിടിഞ്ഞു വരുന്നത് തടുത്തു നിർത്താൻ കഴിയണ്ടേ, അത് പ്രതിരോധിക്കാൻ ഒന്നും തടുക്കാൻ കഴിയാത്ത ദൈവം എന്തിനാണ്? അപ്പം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതൊക്കെ അത്ഭുതങ്ങളായിരിക്കണം, അത്ഭുതങ്ങളായിരിക്കണം. അള്ളാഹു വെച്ചൊരു നിയമവും പ്രകൃതി ഇവിടെ ഉണ്ട്. ആ നിയമവും പ്രകൃതിയും നമ്മൾ പാലിക്കാതിരിക്കുകയും ആ നിയമങ്ങൾക്കനുസരിച്ച് അള്ളാഹു കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. മതമുള്ളവരും മതനിഷേധികളൊക്കെ ചെയ്യുന്നതാ, രണ്ടും ഒരേ മാതിരിയാണ്. മതമുള്ളവർ ചെയ്യുന്നത് മനുഷ്യന്മാരെയാണോ അള്ള നബിയാക്കി അയച്ചു വയ്ക്കും, ഒരിക്കൽ മലക്കുകൾ വേണോ അല്ലെങ്കിൽ പടച്ചോൻ വരണം. മതമില്ലാത്തവൻ പറയുന്നത് ഇതാ ദൈവം ഈ ഭൂമിയിൽ വേറെ ഒരു യാത്ര നടത്തുന്ന, ലോക അന്താരാഷ്ട്ര യാത്ര നടത്തുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞത് ഈ ഭൂമിയിൽ തന്നെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയാത്ത ദൈവം അവൻ എന്താണ് പിന്നെ പരലോകത്ത് ചെയ്യാൻ കഴിയാന്ന് പരിഹസിക്കുന്ന ഒരു പരിഹാസമാണ്, വേറൊന്നുമില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഈ കുലുമാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ഇടപെട്ട് പരിഹരിക്കാത്ത ദൈവം പിന്നെ ഇങ്ങനെ പരലോകത്ത് കിട്ടുന്ന അറിയുന്നത് അവിടെ എന്ത് ചെയ്യാനാന്ന് വെച്ചു. എന്നാൽ ഈ ആളുകൾ വളരെ ബുദ്ധിശൂന്യരും യാതൊരു പക്വമായ ചിന്തയും വെച്ച് പുലർത്താത്ത ആളുകളാണ്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ളവർക്ക് അത്ഭുതം കാണിക്കുക എന്നതല്ല, അങ്ങനെ കാണിക്കണം, എന്തിനും അപ്പോഴേക്കപ്പോഴേ ദൈവം അത്ഭുതം കാണിച്ചുകൊണ്ടേയിരിക്കണം. ഈ പ്രവാചകന്മാരെ നിയോഗിക്കുന്ന കാര്യത്തിലുള്ള പ്രശ്നം തന്നെയാണ്. ഈ ആളുകളൊക്കെ പറയുന്നത് ഇത്തരം ആളുകൾക്കൊക്കെ സഹായം ചെയ്യാനോ, ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ പ്രശ്നത്തിലൊക്കെ തന്നെ ഈ ആളുകളെ സഹായിക്കാനും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും സാമ്പത്തികവും മറ്റും എല്ലാ ക്ലേശങ്ങളും സഹിക്കാനൊക്കെ തയ്യാറാകുന്ന ദൈവത്തിന്റെ പേരിൽ പോകുന്ന ആളുകളാണ്. നിഷേധിക്കുന്ന ആളുകൾ ആ വഴിക്ക് എത്തി നോക്കുന്ന പോലും ഇല്ല, ഈ പരിഹാസമല്ലാതെ എത്തി നോക്കാൻ അവർക്ക് കഴിയില്ല. അതിന് കാരണം അവരുടെ മനസ്സിൽ തരിമ്പും കാരുണ്യമുണ്ടാവില്ല. അതിന് കാരണം എന്താ? അങ്ങനെ സംഭവിക്കുന്നു. അതിലെന്തിനാ കാരുണ്യം കാണിച്ചിട്ട് ഇവർക്ക് എന്താ കിട്ടാള്? ഇപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളോട് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും കാരുണ്യം കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ ഈ നിഷേധികൾക്ക് എന്ത് കിട്ടും? ആ കൊടുക്കുന്ന പൈസ പോകുന്നല്ലാതെ ഒന്നുമില്ല. അതിന്റെ പേരിൽ ക്ലേശം സഹിച്ചാൽ എന്താണ്? അതൊരു ക്ലേശമായിട്ട് അവർ അനുഭവിക്കേണ്ടി വരുന്നല്ല. എന്താ? അതൊന്നും അറിയാതെ സുഖലോലുപരായിട്ട് വളരെ സേഫായ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, അതിന് മുടക്കൊന്നുമില്ല. അവർക്ക് അവരുടെ പൈസ ലാഭമാണ്, ഒക്കെ ലാഭമാണ്. ഞാൻ പറയുന്നത് അത് വിശദീകരിക്കല്ല, സൂചിപ്പിക്കുന്നത് ഈ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിൽ പറയുന്നവരൊക്കെ സാധാരണ മനുഷ്യരായി കൂടാ അത്ഭുതങ്ങൾ കാണിക്കണമെന്നാണ്. അതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു സംഗതി. അത് നബിന്റെ കാലത്ത് മുമ്പുള്ള സന്മാർഗ ദർശനം വന്നു ചേർന്നപ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഒരു കാര്യം, ഖുർആൻ പറയുന്നു. നോക്കള്, അവര് ചോദ്യം ഇതായിരുന്നു, അള്ളാഹു എന്താ ഒരു മനുഷ്യനെയാണോ റസൂലാക്കി പറഞ്ഞത്? ഒരു സാധാരണ മനുഷ്യനെയാണോ, അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയാത്ത ഒരു സാധാരണ മനുഷ്യനെയാണോ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ മുമ്പേ ഇത് വിശ്വസിക്കാതെ നിഷേധിച്ചിരുന്ന അത്ഭുതങ്ങൾ ഇങ്ങനെ കാണണം ആളുകൾക്ക്. സാധാരണ മട്ടിൽ പോകുന്നതാണ് ശരിക്കും അത്ഭുതം എന്നുള്ളത് ആളുകൾ തിരിച്ചറിയുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഈ പ്രപഞ്ചം അതിന്റെ കൃത്യതയോടുകൂടി ചലിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നോ രണ്ടോ സംഭവം നടക്കുന്നതല്ല അത്ഭുതം. അത്ഭുതം നേരെ മറിച്ചാ. ഇപ്പൊ നമ്മളുടെ ഹൃദയം, ലളിതമായി പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം ഒരു മിനിറ്റിൽ ഇത്ര തവണ മിടിക്കുമെന്നൊരു കണക്കുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ അതങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സംഗതിയാണ് അത്ഭുതം.
അതല്ലാതെ അത് നിലക്കുന്നതല്ല. നിലക്കുന്നത് അത്ഭുതമല്ല. നമ്മൾക്ക് അത്ഭുതം തോന്നുന്നപ്പോഴാ അത് നിലക്കുമ്പോഴാണ്. സൂര്യൻ കൃത്യമായിട്ടും ഇത്രയും കാലം ഒരു അണുമണി, നമ്മൾ പറയുന്ന വളരെ മൈക്രോസ്കോപ്പിക്കായ ഒരു അളവ് പോലും തെറ്റാതെ കൃത്യമായി ചലിച്ചും ഉദിച്ചും അസ്തമിച്ചു, നമ്മൾ പറയുന്ന അസ്തമയം സാങ്കേതികമായിട്ട് അങ്ങനെ പറയാം, ഒക്കെ നടക്കുന്നു. അതങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. ആ അത്ഭുതം ആളുകൾ കാണാൻ തയ്യാറില്ല. മറിച്ച് അത്ഭുതം എന്ന് പറഞ്ഞത് സാധാരണ മറ്റൊന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണിക്കണം എന്നാ. അപ്പൊ അതല്ല ഖുർആൻ പറയുന്നത്. ജനങ്ങളുടെ ഏത് കാലത്തെയുള്ള ചോദ്യം അബഅസല്ലാഹു ബശറൻ റസൂല, ഒരു മനുഷ്യനെയാണോ അള്ളാഹു ദൈവദൂതനാക്കി അയച്ചത്? അങ്ങനെ അവർ ചോദിക്കുന്ന കുറെ ചോദ്യം ഖുർആൻ അങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. ഖാലു മാലി ഹാദർ റസൂൽ യഅകുലു ത്വആം വയംശി ഫിൽ അസ്വാഖ്. അവർ ചോദിക്കാണ്, എന്താണ് ഈ റസൂലിന്, എന്താണ് ഈ റസൂലിന്? യഅകുലു ത്വആം, ഭക്ഷണം കഴിക്കുന്നു, വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടി കൂടെ നടക്കുന്നു. ഇങ്ങനെയുണ്ട് ഒരു നബി. ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങാടി കൂടെ നടക്കാൻ പാടില്ല, സാധാരണ ഡ്രസ്സൊക്കെ ധരിച്ചിങ്ങനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഒരാളെ നബിയാക്കാൻ പറ്റൂല. അങ്ങാടി കൂടെ നടക്കാൻ പാടില്ല നബി. അങ്ങാടി കൂടെ നടക്കണ നബി എന്താ എന്ത് നബി? അത് ഭക്ഷണം കഴിക്കുക നമ്മളൊക്കെ മാതിരി, പിന്നെന്ത് നബിയാണ്? അപ്പൊ ആളുകൾ അതൊന്നും കഴിക്കാത്ത ഒരു അത്ഭുത മനുഷ്യനായിട്ട്, ഒരു അത്ഭുതമായിട്ട് ഇങ്ങനെ കാണിക്കണം. നിങ്ങൾ ഖുർആൻ ഇനിയും പറയുന്നു, നമ്മളെ പരലോകത്ത് കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കാത്ത, അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ലാത്ത ആളുകൾ, ലൗലാ ഉൻസില അലൈഹിൽ മലായിക, എന്നാ അള്ളാഹ്ക്ക് അങ്ങനെ അയക്കണം എന്നുണ്ടെങ്കിൽ എന്താ മലക്കുകളെ അയച്ചൂടെ? മലക്കുകളെ അയച്ചൂടെ? ഔ നറാ റബ്ബന, അല്ലെങ്കിൽ അള്ളാഹിനെ നേരിട്ട് മകൻ കാണിച്ചു തന്നൂടെ, കണ്ടൂടെ? പടച്ചോൻ നേരിട്ടുണ്ട് വരിക. ഞാനാണ് പടച്ചോൻ എന്ന് പറയും, ഞാനാണ് പടച്ചോൻ എന്ന് പറയാ. നിങ്ങൾ ഞാൻ പറഞ്ഞു കേൾക്കണ്ടോ എന്ന് പറയാ എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഒരു മലക്കിനെ പറഞ്ഞൂടെ? ഇതിന് നമ്മളെ കൂട്ടത്തിന് ഒരാളെ നബിയാക്കി വിടുകയോ എന്നാണ്. കാലു കുൽ, അപ്പൊ അതിന് അള്ളാഹ് പറയാൻ പറഞ്ഞു, ലൗ കാന ഫിൽ അർളി മലായികതു യംശൂന മുത്മഇന്നീൻ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്ക. ആണ് അതിന്റെ മറുപടി. ഭൂമിയിൽ നടക്കുന്നത്, ജീവിക്കുന്നത് ശാന്തരായി ജീവിക്കുന്ന മലക്കുകളായിരുന്നു എങ്കിൽ അള്ളാഹു ആകാശത്ത് നിന്ന് ഒരു മലക്കിനെ ഇറക്കി തരുമായിരുന്നു. ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത് മുത്മഇന്നീന, ശാന്തരായി ജീവിക്കുന്ന മലക്കുകൾ. മലക്കുകളുടെ പ്രകൃതി അതാണ്. മനുഷ്യന്റെ പ്രകൃതി നേരെ വ്യത്യസ്തമാണെന്നുള്ളത് സൃഷ്ടിപ്പിന്റെ രംഗത്തിന്റെ പറഞ്ഞാണ്. ആദം നബിയെ സൃഷ്ടിച്ചപ്പോ തന്നെ അല്ലോ, അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കുന്നതാണ്. അത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള, മലക്കുകൾക്ക് ഇല്ല. ഇവിടെ ഫസാദ് ഉണ്ടാക്കും മനുഷ്യൻ എല്ലായിടത്തും ക്രമം തെറ്റിക്കും. അതിനാണ് പ്രശ്നം. അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, ഭൂമിയിൽ നടക്കുന്നത് ശാന്തരായ, ഭൂമിയിൽ ജീവിക്കുന്നത് ശാന്തരായ മലക്കുകളായിരുന്നെങ്കിൽ നാം മലക്കുകളെ അയക്കുമായിരുന്നു എന്ന് റസൂല് അള്ളാഹു പറയുന്നു. എന്നിട്ട് ഇനിയും ഇതിന്റെ വശം പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മലക്കുകളല്ല, അല്ല മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ് ഈ നബിമാർ. അവരാണ് ജനങ്ങൾക്ക് ഈ സന്ദേശം കൈമാറുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം നോക്കൂ നിങ്ങൾ. വലൈൻ അതഅ്തും ബശറൻ മിസ്ലക്കും, നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നക്കും ഇതല്ല ഖാസിറൂൻ, നിങ്ങൾ കടുത്ത നാശത്തിലേക്കും നഷ്ടത്തിലേക്കും പോകുന്ന. ഇതൊക്കെയാണ് വിലയിരുത്തല്. വെറും യുക്തിന്റെ ആണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ അനുസരിക്കുന്നത്. അദ്ദേഹത്തിന് വഹ്യ് കിട്ടുന്നുണ്ടെന്ന് അവർ അംഗീകരിക്കൂല. നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ അംഗീകരിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരാണ്. ഇനി വേറെ വാക്ക്, അവർ പറയാണ്, ആ ബശറൻ മിന്ന വാഹിദൻ നത്തബിഹു, അങ്ങനെ തന്നെ ചോദിച്ചു. ആ ബശറൻ മിന്ന വാഹിദൻ നത്തബിഹു, ഞങ്ങളെ കൂട്ടത്തിന് ഒരു മനുഷ്യനെ ഞങ്ങൾ ഇങ്ങനെ പിന്തുടർന്ന് നടക്കുക. എന്താ നബിയാന്ന് പറയാ, നിങ്ങളുടെ ആ ഒരു മനുഷ്യന്റെ പിന്നാലെ ഞങ്ങൾ ഇങ്ങനെ നടക്കുക. ഇതല്ല ഫീ ലലാലിൻ വസുഇരി, എന്നാൽ ഞങ്ങൾ പിഴച്ചവരും ബുദ്ധിശൂന്യരുമാണ്. അപ്പൊ കടുത്ത അഹങ്കാരവും താൻ പോരിമയും ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഇവരെന്നാണ്. ഇത് ഞാൻ പറയുന്നത്,
ഏത് കാലത്തും നബിമാരെ, ഇപ്പൊ നൂഹ് നബിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എല്ലാ നബിമാരുടെ കാലത്ത് ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതിനു പുറമെ ഏത് കാലത്തും മനുഷ്യന്മാർ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാകണമെന്നൊരു പൊതു ചിന്ത ആളുകളുടെ ഭാഗത്തുണ്ട്. അത് നബിയാണെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കണം എന്നാണ്. അത്ഭുതങ്ങൾ കാണിക്കണം. ഇന്നും നമ്മളുടെ ഇടയിൽ ദൈവത്തിന്റെ ആളായി പ്രത്യക്ഷപ്പെടുന്നവരൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ്. കാണിക്കുന്നുണ്ടോ അല്ലെന്നുള്ളത് വേറെ പ്രശ്നം. അത്ഭുതങ്ങൾ കാണിക്കും. ഗർഭത്തിലുള്ള കുഞ്ഞിനെ പെണ്ണാണെങ്കിൽ ആണാക്കി കൊടുക്കും, ലിംഗഭേദം ഉണ്ടാക്കി കൊടുക്കും, മരിച്ചവരെ ജീവിപ്പിച്ച് ഇങ്ങനെയുള്ള കറാമത്ത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് മുഴുവൻ പടച്ചവന്റെ പേരിലാണ്, ദൈവത്തിന്റെ പേരിലാണ്. ആ കാണിക്കുന്ന രീതിയാണ് ആളുകൾക്ക് ഇഷ്ടം. സ്വാഭാവിക രീതിയോട് ആളുകൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം പറയുന്നു നോക്കി നിങ്ങൾ. ഒരു വിഷയം ഖാലു, അവർ പറഞ്ഞു നബിയോട്, ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ. അവർ പറഞ്ഞു നിന്നെ ഞങ്ങൾ വിശ്വസിക്കില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ, ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ പൊട്ടി ഒഴുക്കി തരുന്നത് വരെ. അത് അത്ഭുതമാണ്. സാധാരണ സംഭവമല്ല. സാധാരണ ഉറവ ഒഴുകുന്നുണ്ടാവും. ഇത് മരുഭൂമിയാണ്, റസൂലിന്റെ നാട് മരുഭൂമിയാണ്, ശരിയായ മരുഭൂമിയാണ്, ഉറവകളൊന്നുമില്ലാത്ത നാടാണ്. അപ്പൊ അവരെ ആവശ്യം എന്താന്ന് വെച്ചാൽ, ഇതങ്ങനെ നബിയാണെന്ന് പറയണ്ടെങ്കിൽ ഒരു പുഴയുടെ ഒഴുകട്ടെ, അവിടെ നല്ലൊരു ഉറവ കൊണ്ട് പൊട്ടി ഒഴുകട്ടെ, ഞങ്ങൾക്ക് സുലഭമായിട്ട് വെള്ളം കിട്ടട്ടെ, ഞങ്ങളതൊക്കെ സൗകര്യം പോലെ ഉപയോഗിച്ച് ജീവിക്കട്ടെ. നബിയാന്ന് ഇങ്ങനെ പറഞ്ഞു നടന്നാ പോരല്ലോ, അത് കാണട്ടെ എന്നാണ്. അതാണ് ഒരു ചോദ്യം. ഔ തകൂന ലക ജന്നത്തുൻ മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറുൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. അടുത്ത ഭാഗം നോക്ക് നിങ്ങൾ. നല്ല ഭാവനയാണ്. എന്താ അവർ പറയുന്നത് അറിയോ? അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയോ മുന്തിരിയുടെയോ ഒരു നല്ല തോട്ടം ഉണ്ടാവട്ടെ. വളരെ ദരിദ്രവാസിയാണല്ലോ നബിയ എന്ന് പറയുന്ന ആള്. നീ പട്ടിണിയാണ്, വളരെ കഷ്ടപ്പാടുമാണ്. അപ്പൊ അതൊക്കെ ഒഴിവായിട്ട് ഈന്തപ്പനയും മുന്തിരിയുടെയും നല്ലൊരു തോട്ടം നിനക്കുണ്ടാവണം. പിന്നെ അത് മാത്രം പോരാ, ആ തോട്ടത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ നല്ല ഉറവ അരുവി ഇങ്ങനെ ഒഴുകും വേണം. അപ്പൊ നിറഞ്ഞ് പച്ച പിടിച്ച് നിൽക്കുന്ന ഈന്തപ്പനയുടെയും മുന്തിരിയുടെ ഒക്കെ തോട്ടം, അതിന്റെ ഇടയിലൂടെ തെളിനീര് പോലെ ഇങ്ങനെ തെളിനീരായിട്ട് ഒഴുകുന്ന നല്ല ഒരു അരുവിയും, അതങ്ങനെ കാണാൻ നല്ല രസമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായ നല്ല ഭംഗിയാണ്. അതൊരു സുന്ദരമായ ദൃശ്യമാണ്, നല്ല ഭാവനയാണ്. അങ്ങനെ വരട്ടെ നിനക്ക്. നീ നബിയാണെന്നല്ല പറഞ്ഞു. അതൊക്കെ കാണട്ടെ. എന്നാ വെറുതെ ഇങ്ങനെ നടന്നാ മതിയോ? അതൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്ക്. അല്ലെങ്കിൽ ഓരോന്ന് ഉന്നയിക്കുക. അല്ലെങ്കിൽ ഇതിനൊന്നും കഴിയില്ലെങ്കിൽ നീ പറയുന്നുണ്ടല്ലോ ഇടക്ക് ആകാശം പൊളിഞ്ഞാടി ശിക്ഷ വരുന്നൊക്കെ. വെറുതെ ശിക്ഷ വരുന്ന ഇങ്ങനെ പറയലുണ്ടെങ്കിൽ കുറെ കാലമായല്ലോ ഞാൻ പറഞ്ഞ വീട്ടില് ശിക്ഷ വരുന്നു. ആകാശം കഷ്ണങ്ങളായി വീണ് ഞങ്ങളുടെ നെറുകയിലൂടെ വീണ് കാണിച്ചു തരണം. ഇപ്പൊ തന്നെ ആകാശമൊക്കെ പൊട്ടിപ്പൊളി ഞങ്ങളുടെ തലയിൽ കൂടെ അങ്ങനെ വീകട്ടെ, അതൊക്കെ കാണണം എന്ന് അവർ പറയുന്നു. നിങ്ങൾ നോക്ക്, ആവശ്യങ്ങൾ അത്ഭുതങ്ങൾ മാത്രമാണ്, ന്യായമായതല്ല. ആകാശം പൊളിഞ്ഞു കാണട്ടെ. അതും അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കിനെയും ഒന്നായിട്ട് കൂട്ടമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഓരോരോ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞൊരു സംഗതിയാണ്. പിന്നെ വേറൊന്ന് പറയുന്ന നോക്ക്, അടുത്ത ആവശ്യം. അതും കഴിയില്ല. അള്ളാഹു മലക്കുകൾ ഒന്നായിട്ടുണ്ട് വരിക, ഇങ്ങോട്ട് അങ്ങോട്ട് പറയാം ഞാൻ അള്ളയാണ്, ബലക്കിന്റെ മലക്കുകളാണ്, നിങ്ങൾക്ക് വിശ്വസിച്ചിട്ടോ എന്ന് പറയണം എന്നാണ്. അതും കഴിയില്ലെങ്കിലോ നല്ല ഒരു മണിമേട, നല്ലൊരു മണിമേട നിനക്കുണ്ടാവണം. സുഹൃഫുദാർ, അങ്ങനത്തെ ഒരു വീട് നിനക്കുണ്ടാവട്ടെ. ചെറിയ കൂരയിലാണല്ലോ നബി താമസിക്കുന്നത്, പോരാ, നിനക്ക് നല്ലൊരു മണിമേട ഉണ്ടാവട്ടെ. അതും ഇല്ലെങ്കിൽ എത്ര ആവശ്യം നിങ്ങള്, നീ ആകാശത്തേക്കാണ് കേറി പോണം. ആകാശത്തേക്ക് പടച്ചോണ്ടെന്നാണ് വരുന്നത്. ആകാശത്തേക്ക് മേപ്പെട്ടാണ് കേറി പോവാ. ഇവിടെ കേറി എന്ന് പറഞ്ഞാ പോരാ, കേറി ഞാൻ അവിടുന്ന് വരുന്നെന്ന് പറഞ്ഞാ പോരാ. അവിടെ പോയിട്ട് നീ കേറിന് ഞങ്ങൾ ഇങ്ങനെ കാണണം,
എന്നിട്ട് അവിടുന്ന് ഒരു കിതാബ് ഇങ്ങനെ വാങ്ങിയിട്ട് നേരിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കോലത്തിൽ ഇങ്ങനെ പടച്ചോന്റെ ഇങ്ങനെ വാങ്ങണേ ഞങ്ങൾ കാണണം, ഇങ്ങോട്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കാണിച്ചു തരണം, ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ വായിക്കണം എന്നാണ്. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാം. എത്ര ആവശ്യങ്ങളാണ് നോക്കുങ്ങൾ. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഞങ്ങൾ വിശ്വസിക്കും. നീ പോയി കേറി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കിതാബ് വാങ്ങി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നത് ഞങ്ങളാണ് കാണണം. എന്തായിരിക്കും ഒരു നബിദിന് പറയേണ്ട മറുപടി? എന്നായിക്കോട്ടെ, ഇതിലേതെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുതരാം, തൽക്കാലങ്ങൾ നിൽക്കി എന്ന് ഞങ്ങളൊക്കെ ഒന്ന് വിശ്വസിക്കും. നബിന്റെ ആഗ്രഹം ഇവരൊക്കെ വിശ്വസിക്കണം എന്നാണ്. അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. അതാണ് എല്ലാം സഹിച്ച് റസൂൽ പിന്നാലെ നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുക, ആലോചിച്ച് നോക്കാം, അല്ലെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, നമ്മളെ നേതാക്കന്മാരൊക്കെ പറഞ്ഞാൽ ഞാൻ ആലോചിക്കട്ടെ, പരിഗണിക്കാം എന്നൊക്കെയല്ലേ പറയേണ്ടത്. അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. അങ്ങനെ ഒരു അത്ഭുതവും കാണിക്കാം എന്നല്ല പറയുന്നത്. കുൽ നബിയെ നീ അവരോട് മറുപടി പറയണം. സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂലാ. എന്റെ റബ്ബ് എത്രയോ വിശുദ്ധനാണ്, പരിശുദ്ധനാണ്, എത്രയോ പരിശുദ്ധനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂലാ, ഞാൻ ഒരു മനുഷ്യനായ റസൂലല്ലേ എന്ന് ചോദിക്കണം. ഇതൊന്നും എനിക്ക് കഴിയില്ല. കഴിയുന്നു പറഞ്ഞാൽ എന്തെങ്കിലും അത് കൊടുത്താൽ അവർ മുഴുവൻ വിശ്വാസികളാവും. പക്ഷെ എനിക്ക് അതൊന്നും കഴിയില്ല. ഞാനൊരു മനുഷ്യനായ റസൂൽ മാത്രമല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് അതൊക്കെ ചോദിക്കുന്നത്? അള്ളാഹ് അവിടെ പറയുന്നു, ജനങ്ങൾ വിശ്വസിക്കാതിരിക്കാനുള്ള ഏക കാരണം മനുഷ്യനെ റസൂലാക്കി പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ഇതന്നെയാണ് പ്രശ്നം. ഏത് കാലത്തും അങ്ങനെ മനുഷ്യന്മാര് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകൾ അത്ഭുതങ്ങൾ കാണിച്ച് ആൾക്കാരെങ്ങനെ വശീകരിച്ച് അനുയായികളാക്കി നിർത്തി കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയല്ല, മനുഷ്യരാണ് റസൂൽ. അതാണ് ഇതിൽ വിഷയം, മനുഷ്യരാണ്. ഇനി അതിന്റെ ആ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല, ഒന്നും കൈവശമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഇനി ഒരു മനുഷ്യനെ ഈ പറഞ്ഞ മാതിരി ഒന്നും അല്ല, എന്താ ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ട് എന്തിനാ ഈ മനുഷ്യനെ തന്നെ പടച്ചോ അങ്ങനെ മെനക്കെട്ട് പറഞ്ഞയക്കണത് എന്നൊരു വിഷയമുണ്ടല്ലോ. എന്നാ അവരൊക്കെ പറഞ്ഞവർ ഒരു മലക്കിനോട് പറഞ്ഞയച്ചത് കഴിഞ്ഞിരുന്ന വിഷയം. എന്തിനാണ് ഈ മനുഷ്യനെ അള്ളാഹു റസൂലാക്കി പറഞ്ഞയക്കുന്നത്? ഖുർആൻ അതിന് പറയുന്ന ഒരു സംഗതി നോക്കും. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ഖുർആന്റെ പ്രയോഗം, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു വലിയ ഔദാര്യമാണ് ചെയ്തിരിക്കുന്നത്. വലിയ ഔദാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്ത് കാര്യത്തിൽ? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവർക്ക് പറഞ്ഞയച്ചു കൊടുത്തു എന്നുള്ളത് അള്ളാഹ് ചെയ്തൊരു അനുഗ്രഹമാണ്. ആ കൂട്ടത്തിൽ തന്നെ ഒരാളെ റസൂലാക്കി എന്നുള്ളത് അള്ളാഹു ചെയ്തൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാണ് മനുഷ്യന്മാര് മനസ്സിലാക്കേണ്ടതെന്നാണ്. നിങ്ങൾ നോക്കൂ, പല നിലക്കും ആ അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഒരു മലക്കിനെ ഇവർ പറയുന്നത് പോലെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ പ്രശ്നം കൂടുക ചെയ്യുക. കാരണം എന്താ പറയുന്നത്? ഇവിടെ മനുഷ്യന്മാരാണ് മജ്ജയും മാംസവുമുള്ള, ബുദ്ധിയും വികാരവും പ്രകൃതിയൊക്കെ വ്യത്യസ്തമായ ദാമ്പത്യ ബന്ധങ്ങളുള്ള, കുടുംബജീവിതം നയിക്കുന്ന ഒക്കെയുള്ള പ്രത്യേകതകളുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കൂട്ടുന്ന ഒരു മനുഷ്യനെ നബിയാക്കി അയക്കല്ലാതെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, നമ്മളതേപോലെ കുടുംബജീവിതം ഇല്ലാത്ത, ആ പ്രകൃതിയൊന്നും ഇല്ലാത്ത മലക്കുകളെ പറഞ്ഞയച്ചാൽ നിങ്ങൾക്ക് പ്രയാസമാണ് ഉണ്ടാവുക. അല്ലാഹു പറയുന്നു, വലൗ ജഅൽനാഹു മലക്കൻ, ഒരു മലക്കിനെ പറഞ്ഞയച്ചു എന്ന് വെക്കുക നിങ്ങൾ പറയുന്നത് പോലെ, ലജഅൽനാഹു റജുല, അതൊരു മനുഷ്യന്റെ കോലത്ത് തന്നെ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. മലക്കാണെങ്കിൽ തന്നെ മനുഷ്യന്റെ കോലത്തല്ലേ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ, അങ്ങനെ വന്നാ പിന്നെന്താ ഉണ്ടാവുക? അവർക്ക് ആദ്യം ഉണ്ടായ പ്രശ്നം പിന്നെ ഉണ്ടാവും. ഇത് മനുഷ്യൻ തന്നെയാണല്ലോ പിന്നെ നിങ്ങൾ പറയുന്ന. ഒരു മലക്കിനെ പറഞ്ഞയച്ചു, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കിനെ. ആ മലക്കിനെ പറഞ്ഞയച്ചിട്ട്
ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു നബിയാക്കിയിട്ട്. അപ്പൊ പിന്നെന്തായാലും മലക്കിനെ പ്രകാശത്തിൽ പറഞ്ഞേക്കണം. മലക്കിനെ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് മാതൃകയാക്കാൻ കഴിയില്ല, ഒന്നിനും പറ്റില്ല. പിന്നെന്താ പിന്നുണ്ടാകുക? ആ മലക്കിനെ ഒരു മനുഷ്യന്റെ കോലത്തിൽ പറഞ്ഞേക്കണം. മനുഷ്യന്റെ കോലത്തിൽ പറഞ്ഞേക്കുമ്പോ മനുഷ്യന്മാർ വല്ല പ്രശ്ന, അവർക്ക് പിന്നെയും പ്രശ്നമായി. അവർക്ക് നേരത്തെ ഉണ്ടായ അതേ ആശയക്കുഴപ്പം പിന്നെയും ഉണ്ടാവും. ഇത് മലക്കാണ്, നിങ്ങൾ മലക്കാന്ന് വെറുതെ പറയാണ്, മനുഷ്യൻ തന്നെയാണല്ലോ എന്ന് പിന്നെയും പറയും നിങ്ങള്. അത് മലക്കിലല്ല, മനുഷ്യനെ തന്നെയാണ് പറഞ്ഞയക്കുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും മനുഷ്യനെ മാതൃകയാക്കാൻ, അല്ലെ മനുഷ്യന് മാതൃകയാക്കാൻ ഒരു മനുഷ്യനെ പറഞ്ഞേക്കുക എന്നതല്ലാതെ വേറൊരു രീതിയിൽ ആരെയും പറഞ്ഞേക്കാൻ പറ്റില്ല. അത് അള്ളാഹു ചെയ്ത് അന്നൊരു അനുഗ്രഹമാണ് എന്ന് അള്ളാഹു പറയും. ഇവിടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മനുഷ്യ സമൂഹത്തിന് ഒരു നബിയെ പറഞ്ഞയക്കുന്നത് എന്തിനാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യലോകം ജീവിക്കേണ്ടത്, സത്യസന്ധമായും ശരിയായ മാർഗത്തിൽ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനുള്ള ഒരു മാതൃകാ പുരുഷനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആ മാതൃകാ പുരുഷൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാകാനേ പറ്റൂ, അല്ലാത്ത മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് പ്രവാചകനാക്കി നിയോഗിക്കുന്നത്. അതിൽ ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് മനുഷ്യന്റെ എല്ലാ സ്വഭാവവും ഉള്ള ഒരാളെയാണ് നബിയാക്കി പറഞ്ഞേക്കുന്നത്. മുമ്പും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പൊ അവസാന നബി വരെയും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ എല്ലാ സ്വഭാവവും ഉണ്ട്. ഖുർആൻ അതിൽ പറയുന്ന ചില സംഗതികൾ നോക്കുക. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലുന തആമ വമാ കാനൂ ഖാലിദീൻ. സൂറത്തുൽ അംബിയായിൽ പറയുന്ന ഒരു സംഗതി, വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലുന തആമ, ഭക്ഷണം കഴിക്കാത്ത ശരീരങ്ങളാക്കി ആ നബിമാരെ നാം ആക്കിയിട്ടില്ല, പറഞ്ഞു വിട്ടിട്ടില്ല. ഭക്ഷണം കഴിക്കാത്ത ഒരു നബി അല്ല വന്നത്, ഭക്ഷണം കഴിക്കണ നബിയാണ്. വമാ കാനൂ ഖാലിദീൻ, അവരാരും ഭൂമിയിൽ നിത്യവാസികളുമായിരുന്നില്ല. മരിക്കാത്ത നബിയല്ല, എല്ലാവരെയും പോലെ മരിക്കും, ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, സാധാരണ പോലെ വിവാഹം കഴിക്കും, മക്കളുണ്ടാകും, കുടുംബം നയിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു നബിയാണ്. അതാണ് നബി, ഇവിടുത്തെ നബി അങ്ങനെയാണെന്നാ. അപ്പൊ അള്ളാഹു അവരെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ, ഒരു മാതൃകാ പുരുഷനായിട്ട് നിങ്ങൾക്ക് അയക്കുന്ന ഒരാളെ നിങ്ങൾക്കൊക്കെ ഉള്ള സ്വഭാവങ്ങളോട് കൂടി തന്നെയാണ് അയക്കുന്നത്. നബി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. അൻസാ കമാ തൻസൂൻ, നിങ്ങൾ മറക്കുന്നത് പോലെ എനിക്കും മറവി സംഭവിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന വിഷയത്തിൽ എനിക്കും ദേഷ്യം വരും. ഇതൊക്കെ നബി പറഞ്ഞാണ്. ഒക്കെ പ്രകൃതി അത് തന്നെ, ഒരേ പ്രകൃതി, ഒരു വ്യത്യാസവും ഇല്ല, അതേ പ്രകൃതിയിലാണ്. അപ്പം ഭക്ഷണം കഴിക്കുന്ന നബിയാണ്. അങ്ങനെ തന്നെയാണ് നബി ഉള്ളത്. പിന്നെ വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ, സൂറത്തുൽ റാഇദില് വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ, ആ നബിമാർക്കൊക്കെ നാം ഇണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭാര്യമാരുണ്ടാക്കിയിട്ടുണ്ട്. വദുരിയത്തൻ, മക്കളും ഉണ്ട്. ഭാര്യമാരും മക്കളുള്ള നബി അതല്ലാത്തൊരു നബിയല്ല. കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈസാ നബി അല്ലാത്ത എല്ലാ നബിമാരും കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്ക് മക്കളും ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സന്താന പരമ്പരകളാണ് പിന്നീട് വന്നവര്. യാക്കൂബ് നബിക്ക് 12 മക്കളുണ്ട് എന്ന് പറയുന്നു, അസ്ബാത്ത് എന്ന് പറയുന്നതാണ്. അങ്ങനെ എല്ലാ നബിമാരും വിവാഹം ഒന്നോ ഒന്നിലധികമൊക്കെ വിവാഹം കഴിക്കുകയും മക്കൾ ഉണ്ടാവുകയും കുടുംബ ജീവിതമൊക്കെ നയിക്കുകയും ചെയ്തവരാണ് നബിമാർ. ഇതൊന്നുമില്ലാതെ അത്ഭുതങ്ങൾ കാണിച്ചു നടക്കുന്നവരല്ല. ഇതൊക്കെ ഖുർആൻ പറയും. എത്ര സ്ഥലത്താ ഖുർആൻ ആവർത്തിക്കുന്ന കാര്യങ്ങള്? ഇതൊക്കെ പറയുന്നത് ഈ അത്ഭുതം കാണിക്കാനല്ല നബി വരുന്നതെന്ന് പറയാനാ. മനുഷ്യരാണ് മനുഷ്യരാണെന്ന് പറയാനാ. ഇനി നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറയുന്നു, നോക്ക്, ആ അള്ളാഹു ആണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ. ഞാൻ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എനിക്ക് വെള്ളം പാനജലം നൽകുന്ന അള്ളാഹുവാണ്, കുടിവെള്ളം നൽകുന്ന അള്ളാഹുവാണ്. ഇതിന് വീണ്ടും പറയുന്നത്, എനിക്ക് രോഗം വന്നാൽ എന്നെ ഭേദമാക്കുന്നത്, സുഖപ്പെടുത്തുന്ന അള്ളാഹുവാണ്. വല്ലദീ യുമീതുനി വയുഹ്യീൻ, എന്നെ മരിപ്പിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവാണ്. നോക്കി, ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് നല്ല പറയുന്നത്. എനിക്ക് ഭക്ഷണം നൽകുന്നു അള്ളാഹു, കുടിവെള്ളം നൽകുന്നു അള്ളാഹു.
രോഗം വന്നാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്, അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന, എന്നെ ജീവിപ്പിക്കുകയും പിന്നെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന അവനാണ്. ഇതൊക്കെ അള്ളാഹു ആണെന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനുഷ്യന്റെ എല്ലാ പ്രകൃതി ഉണ്ട് തന്നെയാണ്, ഇല്ല എന്നല്ല പറയുന്നത്, ഉണ്ട് ഉണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ മനുഷ്യനാണ് ഞാൻ എന്നാണ് അവർ വീണ്ടും വീണ്ടും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നു നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണല്ലോ, അവസാനത്തെ പ്രവാചകൻ. ഖുർആൻ പറയുന്നു ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ, നീ മരിക്കും അവരൊക്കെ മരിക്കുന്നവരാണ്. ജനങ്ങളൊക്കെ മനുഷ്യൻ, ജനിച്ചവരൊക്കെ മരിക്കും. എല്ലാവർക്കും അതൊരു അലംഘനീയമായ നിയമമാണ്. ജനിച്ചവരൊക്കെ മരിക്കും, മരിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാ നബിയാണെങ്കിലും മരിക്കും. മരിക്കുന്നു മാത്രമല്ല, കൊല്ലപ്പെട്ട നബിമാരുണ്ട്. സക്കരിയ അലൈഹി ഇസ്ലാമിനെ കൊന്നു. ജൂതന്മാരെ പറ്റി വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ ഒന്ന് യഖ്തുലൂനൽ അംബിയാ, നബിമാരെ കൊല്ലുന്നവർ എന്നാണ്. യഹൂദികൾ ജൂതന്മാര് അന്നൊക്കെ ഒരേ സ്വഭാവം അവർക്ക്. അവര് നബിമാരെ കൊല്ലുന്ന, ഒരു നബിയെ കൊന്നു എന്നല്ല, യഖ്തുലൂനൽ അംബിയാ, നബിമാരെ കൊല്ലുന്നവരാണ് അവര്. അവരൊരു പണിയാ. നബിയാണ് വന്നാൽ ഓർക്ക് പറ്റാത്തത് പറഞ്ഞ അപ്പം പിടിച്ച് കൊല്ലുന്നതിന് യാതൊരു മടിയില്ലാത്ത വിഭാഗം. ആ സ്വഭാവം ഇന്നും അവർ പുലർത്തുന്നുണ്ട്. ഖുർആൻ പറഞ്ഞ വിമർശനങ്ങളൊക്കെ, ജൂതന്മാരെ പറ്റി പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഒന്ന് വായിക്കേണ്ടതാണ്. അതേ സംസ്കാരവും സ്വഭാവവും ഇന്നും ജൂതന്മാർ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, നബിമാര് മരിക്കും, കൊല്ലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നൊരു പ്രചാരണം ഉണ്ടായി. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് കേവലമായ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരാജയമല്ല, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. നബിക്കും പ്രയാസം ഉണ്ടായി, സഹാബികൾക്കൊക്കെ പ്രയാസം ഉണ്ടായി. ആ കൂട്ടത്തിൽ ഒരു പ്രചാരണം ഉണ്ടായത് മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പൊ ഖുർആൻ അതിനെ സംബന്ധിച്ച് ഒരായത്ത് ആ വിഷയത്തിൽ ഇറക്കിയിട്ടുണ്ട്. സൂറത്ത് ആൽ ഇംറാൻ. ഉഹദ് യുദ്ധം ഒരുപാട് വിശദീകരിച്ച ഒരു യുദ്ധമാണ് ഖുർആനില്. കാരണം അതിന്റെ എല്ലാ പ്രശ്നങ്ങളും അപഗ്രഥിച്ച് അതിനുള്ള പാഠങ്ങളൊക്കെ എടുത്തു പറഞ്ഞൊരു വിഷയമാണ് ഉഹദ് യുദ്ധം. അതിൽ അനുസരണക്കേടും മറ്റൊക്കെ അവിടെ പറയുന്ന ഒരു കാര്യം നോക്കൂ നിങ്ങൾ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാതൗ ഖുതില ഖലബതും അലാ അഖാബിക്കും. ഖുർആൻ ചോദിക്കുന്നത് മുഹമ്മദ് ഒരു റസൂൽ മാത്രമാണ്. മുഹമ്മദ് റസൂലാണ്, ഞാൻ നിയോഗിച്ചത് ഒരു മനുഷ്യനായ ദൂതനാണ്. വമാ മുഹമ്മദ് ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അദ്ദേഹത്തിന് മുമ്പ് കുറെ ദൂതന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദ്യത്തെ ആളൊന്നല്ല, ആദ്യത്തെ ആളെല്ലാം നമ്മൾ വേറെയും പറയുന്നു. ആദ്യത്തെ ആളെല്ലാം മുമ്പ് കുറെ ആൾക്കാർ ഇവിടെ നബിമാരായിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് വരിക സംഭവിക്കാം. നിങ്ങൾ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റുമോന്നാ? നിങ്ങൾ പിന്തിരിഞ്ഞു പോകാമോ? നബിമാർ മരിക്കാം, കൊല്ലപ്പെടാം. പക്ഷെ അതല്ല പ്രശ്നം. അദ്ദേഹത്തിലൂടെ നിങ്ങൾ കിട്ടിയ സന്ദേശം നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. അതുകൊണ്ട് നിങ്ങൾ റസൂൽ കൊല്ലപ്പെട്ടു എന്നതിന്റെ പേരില് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല എന്ന് ഖുർആൻ ഉഹദ് യുദ്ധത്തിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാണ് നബിമാരുടെ അവസ്ഥ. ഖുർആൻ പറയുന്നത് നബിമാര് വിവാഹം കഴിക്കും, കല്യാണം കഴിക്കും, കുട്ടികൾ ഉണ്ടാകും, ജീവിക്കും, മരിക്കും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, ഉണരും, ഒക്കെ ചെയ്യും, അങ്ങാടി കൂടെ നടക്കും, ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളൊരു നബിയാണ് നബീന. ഇതൊന്നും ചെയ്യാത്ത, അതൊന്നുമില്ലാതെ എവിടെയും തൊടാതെ, ഇങ്ങനെ ഭൂമിയിൽ എവിടെയും തൊടാതെ ആകാശത്ത് ഇങ്ങനെ പൊട്ടി വീണമാരി ഇങ്ങനെ നടക്കുന്ന ഒരാളല്ല നബി. എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടും സാധാരണ മനുഷ്യനായി ജോലി ചെയ്തൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. ജോലി ചെയ്ത് ജീവിച്ചിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജോലി ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ഈജിപ്തിൽ നിന്ന് ഫിറോന്റെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഈ മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ മരുഭൂമി താണ്ടിക്കടന്നാണ്. അങ്ങനെയാണ് അതിന്റെ സ്ഥലം. ദീർഘയാത്ര ചെയ്ത് അദ്ദേഹം അവിടെ എത്തുകയാണ്. അവിടെ എത്തി
അദ്ദേഹത്തിന്റെ ശുഐബ് നബിന്റെ അടുക്കിലെത്തി എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പെൺകുട്ടിയെ, മകളെ ശുഐബ് നബി അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് മഹറായിട്ട് നിശ്ചയിക്കുന്നത് 8 വർഷം അല്ലെങ്കിൽ 10 വർഷം അദ്ദേഹത്തിന്റെ ആടുകളെ മേയിച്ചു കൊടുക്കണം എന്നാണ് മഹർ. ആടുകളെ നോക്കാൻ അയ്യമല്ല, ഈ 2 കാലാവധിയിൽ ഏത് വേണമെങ്കിലും എനിക്ക് പൂർത്തിയാക്കാം, അതിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടല്ലോ. 8 വേണമെങ്കിൽ 8 അല്ലെങ്കിൽ 10, അത് നമ്മുടെ ഇടയിലുള്ള അള്ളാഹു ആണെങ്കിൽ സാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനാക്കുന്ന. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? ആടുകൾ നോക്കുക. മൂസാ നബിന്റെ പണി ആട് നോക്കലായിരുന്നു, ആടുകളെ മേയിച്ച് നടക്കുക. അതിലൊരു പ്രശ്നം ഉണ്ടായില്ല. നബിയാണ് ഇപ്പൊ അത് ആട് നോക്കണത്. അദ്ദേഹം പിന്നെ വന്നു, അന്ന് നബിയായിട്ടില്ല. പിന്നീട് അദ്ദേഹം പോരാണ്, ഈജിപ്തിലേക്ക് തിരിച്ചു പോരുക, ഭാര്യനെയും ഒക്കെ കൊണ്ടുപോരുകയാണ്. ആടുകളിൽ തെളിച്ചാ വരുന്നത്. അങ്ങനെയാണ് ഈ സീനാ പർവ്വതത്തിന്റെ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, വിശുദ്ധമായ താഴ്വരയിലാണ് മൂസേ നീ ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് മൂസാ നബിനെ നേരിട്ട് വിളിക്കുന്നു. മാതാഫിയ, അപ്പോഴാണോ ചോദിക്കുന്നത് മാതാഫിയ മീനിക്, എന്താണ് മൂസേ നിന്റെ ആ വലത് കയ്യിലുള്ളത് എന്ന് ചോദിക്കും. ഹിയാസായ, അതെന്റെ ഒരു വടിയാണ്. എന്താ അതിന്റെ ആവശ്യം? അതെനിക്ക് ആടുകൾക്ക് ഇല ചാടിച്ചു കൊടുക്കാനും മറ്റൊക്കെ വലിയ വേറെ ഉപകാരത്തിനൊക്കെ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് അത് താഴെ ഇടുക. താഴെട്ടു. അപ്പതൊരു പാമ്പായി മാറി. അള്ളാഹു മൂസാ നബിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന മുഴുസത്താണ്. അപ്പോൾ മൂസാ നബി ഭയപ്പെട്ടത്, കാരണം ഇത് വടിയിട്ട്, കൈയുള്ള വടി രാത്രി ഇരുട്ടത്താണ് സംഭവം. രാത്രി നടക്കുമ്പോഴാ അത് ഇട്ട് നോക്കുമ്പോ പാമ്പാ കാണുന്നത്. അപ്പൊ പാമ്പാണ് കൈ പിടിച്ചു എന്ന് തോന്നിപ്പോ സ്വാഭാവികമായിട്ട് പേടിച്ചു മൂസാ നബി. അത് എടുത്തു പറഞ്ഞു, എടുത്തു, പഴയ വടി തന്നെ. അപ്പൊ അവിടെ മൂസാ നബി ഇത് പറയുന്നത്, മൂസാ നബി അലൈഹി ഇസ്ലാം ആട് മേക്കുകയായിരുന്നു. നബിയാണ്, ആട് നോക്കണ നബി. മുഹമ്മദ് നബിയാകുന്നതിന് മുമ്പ് ആട് നോക്കിയിരുന്നു, കച്ചവടം ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ഖുർആനിൽ കാണാം. നിങ്ങൾ നോക്കൂ, നബി ആയതിനു ശേഷം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സുലൈമാൻ നബിയും ദാവൂദ് നബിയും, ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ നബി, രണ്ടാളും രാജാക്കന്മാരാ. നമുക്ക് നബിമാരപ്പത്, നബിമാർ രാജാക്കന്മാരാണ്, നാട് ഭരിക്കുന്ന ആളുകളാണ്. സമുദ്ര തീരത്താണ് അവരുടെ രാജ്യം ഉണ്ടായിരുന്നത്. അത് ഖുർആന്റെ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാവും. സുലൈമാൻ നബിന്റെ അധികാരം എന്ന് പറഞ്ഞത് വളരെ വിപുലമായ അധികാരമാണ്. ഒരു നബിയാണ്. വിപുലമായ അധികാരം എന്ന് പറഞ്ഞാൽ കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഉറുമ്പുകളുടെ ഭാഷ അറിയുമായിരുന്നു അദ്ദേഹത്തിന്. ഹുദ്ഹുദ് പറഞ്ഞ ഒരു പക്ഷി അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അധികാരം കൊടുത്ത നബി, സാധാരണ ഒരു മലിക്, രാജാവായ നബി. ദാവൂദ് നബി അദ്ദേഹത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തെ ഖുർആൻ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന് നാം ഈ അങ്കി ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുത്തിരുന്നു. ചില ഹദ്ദാദായിരുന്നു അർത്ഥം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പണിക്കാരനായിരുന്നു ദാവൂദ് നബി എന്നർത്ഥം. കൊല്ലപ്പണി നടത്തുന്ന ഇരുമ്പും ഇതൊക്കെ ഉപയോഗിച്ചിട്ട്, ലോഹങ്ങളൊക്കെ ഉപയോഗിച്ച് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന അങ്കി മറ്റൊക്കെ ഉണ്ടാക്കിയിരുന്ന പണിയായിരുന്നു അദ്ദേഹത്തിന് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത നബിമാര്, ആട് നോക്കിയിരുന്ന ആള്, നെയ്ത്ത് വിദ്യ, അങ്ങനെ പല ജീവിത ഉപാധികളും സ്വീകരിച്ച നബിമാര്. ഇതിന്റെ ഒക്കെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ, ഈ നബിമാർ ഇതൊക്കെ സ്വീകരിച്ചിരുന്നതും ചെയ്തിരുന്നതും മനുഷ്യരെന്ന നിലക്ക് പുലർത്തി പോരേണ്ട ചില കാര്യങ്ങൾ അവർ ചെയ്തിരുന്നത് കൊണ്ടാണ്. ആ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യരാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. അതല്ലാതെ ഒരിക്കലും ഞങ്ങൾ ആരും മനുഷ്യരല്ല എന്ന് അവർ പറഞ്ഞിട്ടേയില്ല. മറിച്ച് മനുഷ്യർ തന്നെയാണ് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ സൂറത്ത് യാസീനില് അന്തോക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നബിമാരെ പറഞ്ഞയച്ച ഒരു സംഭവം പറയുന്നുണ്ട്. സൂറത്ത് യാസീനില് നബിമാരെ ഒരു സംഭവം പറയാം. ഇതിന് ആ സ്ഥലത്തേക്ക് ആദ്യം നബിനെ പറഞ്ഞയച്ചു, അതിനവർ തള്ളി പറഞ്ഞു. രണ്ടാമതൊന്ന് പറഞ്ഞയച്ചു, അതിനും തള്ളി പറഞ്ഞു. മൂന്നാമതൊരു നബിയെ പറഞ്ഞയച്ച അവർക്ക് പിന്തുണ കൊടുത്തു.
3 നബിമാർ ഒരേ സ്ഥലത്തേക്ക് ഒറ്റടിക്ക് ഒന്നാഴ്ച അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിലേക്കൊക്കെ 3 ആളും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽമാരാണ്. എല്ലാവർക്കും അറിയുന്ന എന്ന് പറയുന്ന ആ സംഭവം. 3 ആൾ ഒരേ സ്ഥലത്തേക്ക്. അപ്പൊ അവരൊക്കെ കൂടി പറഞ്ഞൊരു മറുപടി എന്താ അറിയോ? ഖാലു മാ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുനാ. നിങ്ങൾ ഈ 3 ആൾ വന്നപ്പോഴും ഞങ്ങളെ മാതിരിയുള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജനങ്ങളൊരു പരാതിയാണ്. നിങ്ങൾ 3 ആൾ വന്നു, 3 ആളും ഞങ്ങളെ മാതിരിയുള്ള ഒരു മനുഷ്യന്മാർ തന്നെയാണ് എന്നാണ്. ഈ പരമകാരുണികനായ ദൈവം ഇങ്ങനെയൊന്നും അയക്കൂല, നിങ്ങൾ കളവാണ് പറയുന്നത് എന്നാണ്. ഞങ്ങൾ മനുഷ്യന്മാരല്ല എന്നാണോ അവർ പറയുന്നത്? ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യന്മാർ തന്നെയാണ്, എല്ലാ നല്ല പറഞ്ഞ ആണ് തന്നെയാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, എത്ര സ്ഥലത്താണ് നിങ്ങൾ ഈ കാര്യം? ഖുർആൻ എത്രയോ സ്ഥലത്താണ് ഈ ഒരൊറ്റ സംഗതി പറയുന്നത്, മനുഷ്യന്മാരാണ് 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 എന്നുള്ളത്. എന്തിനാണിത്? നമ്മൾക്ക് മാതൃകയായിട്ട് കാണിക്കേണ്ടത് മനുഷ്യന്മാരെയാണ്. മനുഷ്യ സമൂഹത്തിന് ഏറ്റവും മികച്ചൊരു മാതൃക കാണിക്കേണ്ട ആളുകൾ അത് മനുഷ്യന്മാരാകാതെ അത്ഭുത ജീവികളായാൽ ആ മാതൃക മനുഷ്യന് പിന്തുടരാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കാത്തവരും വിവാഹം കഴിക്കാത്തവരും ആയാൽ അവരെ പിന്തുടരാൻ മനുഷ്യന് സാധിക്കില്ല. തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയുന്ന, ഇഷ്ടം പോലെ എന്തു കാണിക്കാൻ കഴിയുന്ന ആളുകളായി വന്നാൽ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരെ പിന്തുടരാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യന്മാരാണ് 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 എന്ന് ആവർത്തിച്ച് പറയാൻ. നൂഹ് നബിന്റെ കാലത്ത് ഉണ്ടായൊരു സംഭവം നോക്കി നിങ്ങൾ. അവർ പറഞ്ഞു, അവിടുത്തെ പ്രമുഖരായ ആളുകൾ നൂഹ് നബി നബിയായിട്ട് വന്നപ്പോ ആദ്യത്തെ അനുഭവമാണ് ഒരു നബി വരുന്നത്. അവർ പറഞ്ഞു, എന്തൊക്കെ പറയുന്നു? ഇദ്ദേഹം നിങ്ങളെ മാതിരി മനുഷ്യനാണ് ആണ് ആ വിമർശനം. അതൊരു മനുഷ്യനാണ്. ഒരു നബിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ വരുന്നത് എന്തിനറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് മഹത്വം ശ്രേഷ്ഠതയ്ക്ക് അവൻ അവകാശപ്പെടാൻ വേണ്ടിയാ. വെറും മനുഷ്യനാ, ഒരു കഴിവില്ല. വെറുതെ നബിയാന്നൊക്കെ പറഞ്ഞ എന്തിനാണ്? യതഫല്ലല അലൈക്കും, നിങ്ങളുടെ മേൽ നേതൃത്വം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മലക്കൾ പറഞ്ഞേക്കൂലേ, എന്തിനാ ഇവനെ നബിയാക്കുന്നത്? എന്തിനാ നബിയാക്കുന്നത്? നമ്മളുടെ പൂർവികരായ ആൾക്കാരൊന്നും ഇങ്ങനെ ഒരു മനുഷ്യൻ നബി വന്നു പോയല്ലോ എന്നുള്ള സംഭവമേ ഇതുവരെ കേട്ടിട്ടില്ല. ഇവൻ വെറുതെ പറഞ്ഞ് നമ്മളെ ഇടയിൽ ആളാകാൻ വേണ്ടി വരികയാണ്. അള്ളാഹ്ക്ക് അങ്ങനെ വലിയ നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു മലക്കിനാണ് പറഞ്ഞേക്കൂലേ എന്ന് അവിടുത്തെ പ്രമുഖരായ മേധാവികളായ നൂഹ് നബിന്റെ കാലത്ത്. എത്ര പഴക്കമുണ്ട്? ആദം നബി കഴിഞ്ഞിട്ട് 1010 തലമുറ കഴിഞ്ഞപ്പോഴാണ് നൂഹ് നബി വരുന്നത്. ആ നബിന്റെ കാലത്ത് ഉണ്ടായൊരു സംഭവം. ഇനി നിങ്ങൾ നോക്കൂ, വേറെ നബിന്റെ കാലത്തുണ്ടായ സംഭവം, ഹൂദ് നബിന്റെ സംഭവം നോക്കൂ. അവർ പറഞ്ഞു, നിങ്ങളെ മാതിരി മനുഷ്യനാണ് ഈ വന്നിരിക്കുന്നത്. ഹൂദ് നബിനോട് ആരോപണം എന്താ അറിയോ? നിങ്ങൾ കഴിക്കണത് തന്നെ മൂപ്പരും കഴിക്കേണ്ടതാണ്. നിങ്ങൾ കഴിക്കണ അതേ ഭക്ഷണം തന്നെ കഴിക്കുന്ന നബിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കുടിക്കുന്നത് പോലത്തെ അദ്ദേഹം കുടിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് നിങ്ങൾ അനുസരിക്കണമെങ്കിൽ ഇതല്ല ഖാസിറൂൻ, മഹാനഷ്ടത്തിലാണ് നിങ്ങൾ പെടാൻ പോകുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് കഴിക്കുന്നതിന് കുടിക്കും ഒക്കെ അതേമാതിരി ഒരു മനുഷ്യൻ വന്നിട്ട് നബിയാന്ന് പറയും. അത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ കടുത്ത നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും. സാലിഹ് നബിന്റെ സമൂഹത്ത് ഗോത്രം അവര് തന്നെ പറഞ്ഞു, ഇൻകുന്തുമിനെ സാധിക്കും, നിങ്ങൾ നേരാണ് പറയുന്നത്, കള്ളത്തരാണ്, നേരല്ല നിങ്ങൾ പറഞ്ഞു. മറ്റു കള്ളന്മാരാന്ന് പറഞ്ഞു, നേരല്ല എന്ന് പറഞ്ഞു. ഷുഐബ് നബിന്റെ സമൂഹത്തിൽ വന്നിട്ട് പറഞ്ഞു, കാദിബു, നിങ്ങൾ കളവാണ് പറഞ്ഞത് നബിയാന്ന് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ മാതിരി മനുഷ്യന്മാർ തന്നെയാണല്ലോ. മൂസാ നബി ഹാറൂൻ നബിയും വന്നുപോയി. രണ്ടുപേരും ഒന്നിച്ചാ പോയത്. മൂസാ നബിനെ അള്ളാഹു നബിയാക്കി, കൂട്ടത്തിൽ ഹാറൂൻ നബിന് സഹായിയായിട്ട് ഹാറൂൻ ആഖി, എന്റെ സഹോദരനായ ഹാറൂനെ അയച്ചെന്ന് അള്ളാഹിനോട് ആവശ്യപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞെന്താണ്? മനുഷ്യന്മാരാണ്. ഫിറോൻ പറഞ്ഞു, ഓന്റെ ആൾക്കാർ ഇസ്രായേലിൽ നമ്മളെ അടിമകളാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് വഴങ്ങി ജീവിക്കുന്ന ആളുകളാണ്. എന്നിട്ടോ ആ കൂട്ടത്തിൽ ഒരു നബി വരികയാണ്. ആണ് അവിടെ പ്രശ്നം. മൂസാ നബിന്റെ ആളുകൾ ഈ ഫിറോവിന്റെ നാട്ടിൽ ഫിറോവിന്റെ കീഴിൽ നിൽക്കുന്ന ഇസ്രായേലിനെ അടിമകളാക്കി കൊണ്ടെടുക്കണം. അബ്ബത്ത ബനി ഇസ്രായേൽ അടിമകളാക്കി മാറ്റിയിരുന്നു ഇസ്രായേലരെ. ആ ഇസ്രായേലിൽ നിന്നൊരു നബി വരിക. അവ ഫിറോൻ ചോദിച്ചു,
ഞങ്ങൾക്കൂട്ടത്തിൽ മനുഷ്യനാന്ന് മാത്രമല്ല നാം അടിമവംശത്തിന് ഒരു നബി വരെ, അടിമവംശത്തിന് ഒരു നബി വരെ. അതിനാണ് മൂസാ നബീനെ അള്ളാഹു കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തിയത്. കൊട്ടാരപുത്രനാക്കി വളർത്തി അടിമവംശജനല്ല, യോഗ്യനാണെന്ന് വരുത്തി. ഒരു അടിമല്ല, അദ്ദേഹത്തിന് എല്ലാ യോഗ്യതയുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന കഴിവുകളൊന്നും ഇല്ല എന്ന് വിചാരിച്ചത്. ഇങ്ങനെ എല്ലാ നബിമാരുടെ കാലത്തും ഇതേപോലെയുള്ള ആരോപണങ്ങൾ ഒരുപാട് മനുഷ്യന്മാര് ആ കാലത്തൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ പറയുന്ന മറുപടി എല്ലാ നബിമാരും ഒരുപോലെ പറഞ്ഞു പറയും, ഇന്നഹ്നു ഇല്ലാ ബശറുൻ മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ തന്നെയാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ തന്നെയാണ്. വലാകിന്നല്ലാഹ മന്ന അലൈന അലാ മൻ യശാഉ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേക ഔദാര്യം നൽകി നബിയാക്കുകയാണ് ചെയ്യുന്നത്. മിൻ ഇബാദി, തന്റെ അടിമകളിൽ നിന്ന്. അള്ളാഹിന്റെ ഉത്തരവൊന്നുമില്ലാതെ നിങ്ങൾ പറയുന്ന മാതിരി അത്ഭുതങ്ങൾ ആധികാരികമായിട്ടൊന്നും കാണിക്കാൻ ഞങ്ങൾ കഴിയില്ല. വിശ്വാസികൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തു കൊള്ളട്ടെ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്നത് എല്ലാ നബിമാരുടെ കാലത്തും ഈ വിമർശനം ഉണ്ടായിട്ടുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വിമർശനം വന്നിടത്തൊന്നും നബിമാർ തിരുത്തി പറയുകയല്ല ചെയ്ത്, മറിച്ച് നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ തന്നെ എന്ന് ആവർത്തിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ഇനി അവസാനം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നു. നോക്കുക, രണ്ട് സ്ഥലത്ത് ഖുർആനിൽ ഒരേപോലെ ആവർത്തിച്ച ആയത്ത്. ഖുൽ, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത്. ഖുൽ, നബിയെ നീ അവരോട് പറയുക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെ എന്ന് പറയുക. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറയുന്നുണ്ട്, രണ്ട് സ്ഥലത്ത് ആയത്ത് വന്നിട്ട്. യൂഹാ ഇലയ്യ, പിന്നെ ആ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് വഹി കിട്ടുന്നുണ്ട്. യൂഹാ ഇലയ്യ, അതാണ് എന്റെ പ്രത്യേകത. അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് എന്ന് എനിക്ക് വഹി വരുന്നുണ്ട്. അതാണ് എന്റെ പ്രത്യേകത. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ നല്ല നിലക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ, അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കാതെയും ഇരിക്കട്ടെ എന്ന് അവിടെ ആവർത്തിച്ച് പറഞ്ഞ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം, നബിമാരെല്ലാവരും മനുഷ്യരാണ് എന്നതാണ് അവർക്ക് ഇതിൽ വന്ന വിമർശനം. അല്ല, ഞങ്ങൾ മനുഷ്യർ തന്നെയാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഈ നബിമാരൊക്കെ ജനങ്ങളെ സമീപിച്ചിരുന്നത്. ഇവിടെ നമ്മളെ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നിട്ട് കാര്യങ്ങളോട് പറയാൻ നമ്മൾക്ക് ഈ വിഷയം. നമ്മുടെ നാട്ടിലും ഇതേ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മളുടെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഇതേപോലെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം, നബി ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. ഇപ്പൊ മുജാഹിദുകളായ ആളുകളെ കുറിച്ച് വഹാബികൾ അവർ വിളിച്ചുകൊണ്ട് പറയുന്നത് നബി സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്നാണ്. നമ്മളെ മാതിരി ഒരു മയമാക്കയാണ്, അങ്ങനെ പറഞ്ഞു, മയമാക്ക എന്ന് പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല. മുഹമ്മദ് ഒരു മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. പരിഹാസ രൂപത്തിൽ മയമാക്കയാണ് എന്ന് പറഞ്ഞു എന്നുള്ള അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഇത് നമ്മൾ പോലെ ഒരു മനുഷ്യനാണെന്ന് ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്. ഇനി അല്ല എന്ന് പറയുന്ന ആളുകൾ മനുഷ്യനല്ല എന്ന് നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഈ ഖുറാഫികളൊക്കെ പറയുന്ന ഈ വിശ്വാസത്തിന്റെ സ്വഭാവം എന്താ? അതിൽ നബിയെ സംബന്ധിച്ച അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്, ഒന്നും രണ്ടും അല്ല. നബിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ഇടക്കും അതിന്റെ ഇടക്കൊക്കെ എല്ലാ രംഗത്തും അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട്, അത്ഭുതങ്ങളുടെ ഒരാളായിട്ട് പരിചയപ്പെടുത്തി. എന്ത് ചോദിച്ചാലും കൊടുക്കാൻ കഴിയുന്ന ഒരാളായിട്ട് പരിചയപ്പെടുന്നു. ജനനം പോലും അത്ഭുതമാണെന്ന് പറയുന്നു. നോക്കൂ, റസൂലിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ ഒരു വാക്യം നോക്കൂ നിങ്ങൾ. ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. നമ്മുടെ മുസ്ലിയാക്കന്മാരൊക്കെ വാഴ്ന്നു പറയുമ്പോൾ പ്രത്യേകിച്ച് നബിദിനം വന്നാൽ പറയുന്ന വാക്യങ്ങളാണ് ഇതൊക്കെ. ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. നബിയെ മുഹമ്മദേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, ഈ പ്രപഞ്ചം തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല
ഈ നബിനോട് അല്ല പറഞ്ഞു. ശുദ്ധ കളവാണ്. അങ്ങനെ ഒരു ശരിയായ റിപ്പോർട്ടേ അല്ല, ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയതാണ്. അപ്പൊ നബിന്റെ സൃഷ്ടിപ്പ് മുതൽ തുടങ്ങുകയാണ്. അവിടെ തുടങ്ങുകയാണ് ഈ കളവ്. നബിനെ അത്ഭുത മനുഷ്യനാക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്. ഇത് മാത്രല്ല, ആദം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രവുമായിട്ട് നബിയെ ബന്ധപ്പെടുത്തുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിയും ഹവ്വാവും ആ പഴം, വിലക്കിയ പഴം തിന്നു. നിങ്ങൾ രണ്ടുപേരും ഈ മരത്തോട് സമീപിക്കരുത്, അതിന് പഴം പറിച്ചു തിന്നരുത്, തിന്നാൻ നിങ്ങൾ അക്രമികളായി പോകുന്നതാണ്. സംഗതി അവർ രണ്ടുപേരും തിന്നു. രണ്ടുപേരും തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തതിന് പരിഹാരം എന്താണ്? പശ്ചാത്തപിക്കണം. ആ പശ്ചാത്താപം ഖുർആൻ പറയുന്നത് അവർക്ക് പശ്ചാത്തപിക്കാനുള്ള വാക്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അവരങ്ങനെ തൗബ ചെയ്തു. അള്ളാഹു അവർക്ക് പൊറത്തു കൊടുത്തു. റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നീ പൊറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. ഇതതിന് നേരായ രീതിയിൽ ഖുർആൻ പറഞ്ഞ. നമ്മളുടെ ഈ വയല് പറയുന്ന ആളുകള് ഈ കഥയിൽ ചേർക്കുന്ന രൂപം നോക്കുന്നങ്ങള്. ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ അർശിന്റെ കീഴിൽ പോയി സുജൂദിൽ വീണു പുറത്തു കിട്ടാൻ വേണ്ടി. ഇതൊക്കെ കഥയാണ്. അങ്ങനെ തല ഉയർത്തി മൗലൂദ് കിതാബിലൊക്കെ ഉണ്ടത്. തല ഉയർത്തി ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അർശിന്റെ രണ്ട് കാലിലും എഴുതി വച്ചിരിക്കുന്നത് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. ഒന്നുമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങേ ഭാഗത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യ നബി ആലോചിച്ചു, അള്ളാന്റെ പേരിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ല എഴുതിയത്. അപ്പോ അതിനെന്തോ ഒരു മഹത്വവും സ്ഥാനമുണ്ട്. അപ്പൊ ആദ്യ നബി എന്ത് ചെയ്തു? അള്ളാഹുവേ, മുഹമ്മദിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്റെ ഈ പാവം പുറത്തു തരണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. എത്ര മെനക്കെടുണ്ട് ഈ കഥ ഉണ്ടാക്കാന്ന് ആലോചിച്ചു നിങ്ങള്. അപ്പൊ ഈ ഹക്കും ജാഹും ബർക്കത്തോ കുത്തിക്കയറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. മൗലൂദ് കിതാബിൽ ഇതൊക്കെ ഉണ്ട്. മൗലൂദ് കിതാബിലുള്ള കഥയാണ്. ആ മുഹമ്മദ് നബിന്റെ പേര്, അള്ളാന്റെ പേര്, ഇയാള് മോശാവൂലല്ലോ, ഇയാൾ മോശക്കാരനാ സാധ്യത അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി രണ്ടാളോട് കൂടി അള്ളാഹിനോട് നബിനെ തവസ്സുലാക്കി ഇടയിൽ നിർത്തി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഥകൾ. ഇങ്ങനെ ഒരുപാട് ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് കഥകൾ നബിയെ മനുഷ്യനല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ന് മാത്രമല്ല, നബിന്റെ സൃഷ്ടിപ്പ് പോലും പ്രകാശമാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. നബി പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണെന്നാണ് പ്രചാരണം. എന്താ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കാരന? നബിക്ക് നിഴലില്ല. നമ്മൾ വയലിൽ കേൾക്കുന്ന നബിക്ക് നിഴലില്ല. വലിയ വലിയ പ്രസംഗിക്കാരൊക്കെ നീട്ടി നീട്ടി പറയുന്നതാണ് പ്രകാശമാണ്, വെളിച്ചമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും. നബിക്ക് നിഴലില്ല. നിഴലില്ല എന്ന് പറഞ്ഞാൽ നബി പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജിൻ ഇല സുറുജി. മങ്കൂസ് മൗലൂദിലെ വരിയാണ്. നബിയെ അങ്ങ് താമസിക്കുന്ന വീടുണ്ടല്ലോ, അത് എവിടെയാണെങ്കിൽ ആ വീട്ടിൽ ഒരു വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല. നബി അവിടെ എങ്ങനെ ഇരുന്ന വെളിച്ചം ഇങ്ങനെ ഉണ്ടാവുന്ന, ഒരു മുട്ടുസൂചി വീണാൽ പോലും തിളങ്ങി ഇങ്ങനെ കാണും. കാരണം നബി അവിടെ ഉണ്ട്, വിളക്കത്തണ്ട. അങ്ങനെ നബി ഒരു പ്രകാശമാണ്. ഇത് നബിന്റെ അസ്തിത്വത്തിന് തന്നെ എതിരാണ്. നബി പ്രകാശം എന്ന് പറഞ്ഞത് നബിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. ആദമിനെ സൃഷ്ടിച്ച മണ്ണിന്റെ ബാക്കി അതിൽ ജനിച്ചു വന്ന ഒരാളാണ് അള്ളാഹുവിന്റെ റസൂൽ. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകളാണ്. നബി ഒരു പ്രകാശമാണ് എന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ പറയുക? നിങ്ങള് നിഴലില്ല എന്നൊക്കെ പ്രകാശിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ? നബിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടും, മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയില്ല. എന്ന് മാത്രല്ല, റസൂല് ഒരു വെളിച്ചമാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് മറുപടി പറയാണ്ടി വരും. ഒന്ന്, റസൂൽ താമസിച്ചിരുന്നത് മദീനയിൽ പള്ളിയുടെ ഓരം ചായ്ച്ചു കെട്ടിയ ഒരു സ്ഥലത്തായിരുന്നു. അതാണ് നബിന്റെ വീട്. ഹുജറാത്ത്, റൂമുകൾ എന്നാ പറഞ്ഞത്, വീട് എന്നല്ല. ആ വീട് റൂമുകളിലൊക്കെ നബി താമസിച്ചിരുന്നു ഭാര്യമാരോട് ഒന്നിച്ച്. ഒന്നിലധികം ഭാര്യമാരുണ്ട്. രാത്രിയിൽ പ്രകാശമായ ഒരു മനുഷ്യന് ഒളിയും മറയും വേണ്ടതുപോലെ ഇല്ലാത്തൊരു വീട്ടിൽ, റൂമുകളിൽ ഓല കൊണ്ട് മറച്ച റൂമിൽ താമസിക്കാൻ കഴിയില്ല.
ഭാര്യയും ഭർത്താവായിട്ട് താമസിക്കാൻ കഴിയില്ല. ആ പള്ളിന്റെ അകത്ത് അഭയാർത്ഥികളായിട്ട് സുഫത്തുകാർ, അഹ്ലു സുഫത്തുകാർ താമസിച്ചിരുന്നു. അബൂ ഹുറൈറ പെട്ടതായിരുന്നു. നബി പ്രകാശമാണെന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹുമാണ് ഹിജ്റ ഒന്നിച്ചു പോകുന്നത്. നബിന്റെ കൂടെയാണ് അബൂബക്കർ റളിയല്ലാഹു പോകുന്നത്. രാത്രിയാണ് അവർ പോകുന്നത്. വീടിൽ ചുറ്റും വളഞ്ഞ ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് റസൂൽ രക്ഷപ്പെട്ടു പോകുന്നത്. എന്നിട്ട് എവിടെ അവർ രണ്ടുപേരും താമസിക്കുന്നത്? സൗർ എന്ന് പറയുന്ന മലയിലെ ഒരു ഗുഹയിലാണ്. 3 രാത്രി അവിടെ തങ്ങിയവര് രണ്ടുപേരും. നബി അന്വേഷിച്ച് ശത്രുക്കൾ അവിടെ വന്നു പിടിക്കാൻ വേണ്ടി 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. നബിനെ കൊണ്ടുവന്നാല് അത് അന്വേഷിച്ച ആളുകൾ അവിടെ വന്നു. നബി ഒരു പ്രകാശമായിരുന്നുവെങ്കിൽ ആ രാത്രി നടന്നുകൊണ്ട് നബിനെ എല്ലാവർക്കും കാണാം. വീട്ടിന്റെ അകത്ത് ഇറങ്ങിപ്പോകുന്നത് കാണും, ഗുഹയിൽ താമസിക്കുന്നത് കാണും. ഇതൊക്കെ വളരെ വ്യക്തമാണ്. അത്ര സുവ്യക്തമായ ഒരു ആശയത്തിനെതിരെ നബിന്റെ സൃഷ്ടിപ്പ് എന്നെ പ്രകാശമാണ് എന്ന് പറയുന്നു. അങ്ങനെ നബിയെ അത്ഭുത മനുഷ്യനാക്കാൻ, മനുഷ്യനല്ല അത്ഭുത ജീവിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. നബി ഒരു പ്രകാശമല്ല, നബി മനുഷ്യനാണ്. ഇന്നമാന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറയാനാണ് അള്ളാഹു പറയുന്നത്. ഇനിയും ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ നബിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതുപോലെ നബിയുടെ മനുഷ്യൻ എന്ന അവസ്ഥ നിഷേധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുറന്നൊരു ക്ലാസ്സിൽ നമുക്ക് അതിന്റെ മറ്റു ഭാഗങ്ങൾ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും.